അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അയാളുടെ സുന്നി വിരുദ്ധ ദീനി വിരുദ്ധ ആശയങ്ങളെ കുറിച്ച്, വികലമായ ആദർശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനാകെയും സഹായികളായി വെച്ചിട്ടുള്ള മഹത്തുക്കളായ മശായിഖന്മാർ അവരുടെ മദദോ ഹിഫ്ളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, മറിച്ച് അള്ളാഹുവിന്റെ മാത്രം സഹായവും ഹിഫ്ളും മതി എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിനെതിരെ ശബ്ദിക്കാൻ തുടങ്ങിയ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടക്കത്തിലൊക്കെ അയാളുടെ ദീനി വിരുദ്ധ സുന്നി വിരുദ്ധ ആശയങ്ങൾ ന്യായീകരിക്കാനും വിശദീകരിക്കാനും അയാൾക്ക് ചാവേറായി രംഗത്ത് വന്നിരുന്നത് തുടക്കകാലത്തിലൊക്കെ അയാളുടെ സ്വന്തം മക്കൾ തന്നെയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെ കാണാതെയായി. പിന്നെ അയാൾക്ക് വേണ്ടി കടന്നു വരുന്നത് അയാളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യന്മാരായിരുന്നു. പിന്നെ അവരെയും കാണാതാവുകയാണ്. പിന്നെ ഇയാളുടെ ചാവേറുകളായി രംഗത്ത് വന്നിരുന്നത് നമുക്കൊക്കെ അറിയാം. ഇയാളുടെ സംഘടനയുമായി അതിനോട് അനുഭാവം പുലർത്തുമ്പോൾ തന്നെ ഇത്തരം സ്ഥാപനങ്ങളുമായോ സംഘടനകളുമായോ ഔദ്യോഗികമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇയാളുടെ ചാവേറുകളായി രംഗത്ത് വന്നിരുന്നത്. ഇന്നിപ്പോ എന്താ അവസ്ഥ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അല്ലെങ്കിൽ സമസ്ത AP വിഭാഗത്തിന്റെ ചാവേറുകളായി രംഗത്ത് വരുന്നത് അറബി പോയിട്ട് മലയാളം പോലും ശരിയായി എഴുതാനോ വായിക്കാനോ സംസാരിക്കാനോ അതല്ലെങ്കിൽ കേട്ടു മനസ്സിലാക്കാനോ കഴിവില്ലാത്ത ഏതൊക്കെയോ ആളുകളാണ് AP സമസ്തയുടെ അല്ലെങ്കിൽ പേരോട് മൗലവിയുടെ ചാവേറുകളായി രംഗത്ത് വരുന്നത്. ഇന്ന് അവര് ചാവേറുകളാകാൻ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. എന്താണത്? നമുക്കറിയാം, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വികലമായ ആശയങ്ങൾ, സുന്നി വിരുദ്ധ ആശയങ്ങൾ ന്യായീകരിച്ച് വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ ചാവേറുകളായിട്ട് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ വന്നുപെടുന്നത് അഹ്സനി ഉസ്താദിന്റെയും അൻവരി ഉസ്താദിന്റെയും തൊഴിയൂർ ഉസ്താദിന്റെയും ഒക്കെ മുന്നിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുമായി ആദർശ രംഗത്ത് ഒരു ഗണ്ണനത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ, അതല്ലെങ്കിൽ ഒരു സംവാദ വേദിയിൽ ഇരിക്കേണ്ടി വന്നാൽ, ആ പ്രബോധകന്റെ അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറുഭാഗത്ത് വരുന്ന ആളുകളുടെ കരിയർ അവസാനിച്ചു എന്നാണ് അതിനർത്ഥം. കാരണം എന്താ? ആ വ്യക്തി തീർത്തും എക്സ്പോസ് ചെയ്യപ്പെടും സമൂഹത്തിന് മുമ്പിൽ. അയാളുടെ വികലമായ ആശയങ്ങൾ, സുന്നി വിരുദ്ധ ആദർശങ്ങൾ, അയാൾക്ക് സംഭവിച്ചിട്ടുള്ള ആശയത്തിലുള്ള അപജയങ്ങളൊക്കെ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി തുറന്നു കാട്ടപ്പെടുകയും പിന്നീട് ആ രൂപത്തിലുള്ള ഒരു സംഘടനയുടെയോ സ്ഥാപനത്തിന്റെയോ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അത് ആ സംഘടനക്ക് കൂടി അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിനു കൂടി ഭാരമാകുന്ന രൂപത്തിലേക്ക് മാറുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സ്വന്തം മക്കളെയും ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യന്മാരെയും സംഘടനാ നേതാക്കളെയും എല്ലാം ഇത്തരം മേഖലകളിൽ നിന്ന് മാറ്റിയത്. നിങ്ങൾക്കറിയോ, വഹാബികൾ ഒരു കാലത്ത് വളരെയധികം സെലിബ്രേറ്റ് ചെയ്തിരുന്ന ആളുകളായിരുന്നു ഫൈസൽ മൗലവി. അതുപോലെ തന്നെ അവരുടെ ഒരു യങ് പ്രഭാഷകനായി അല്ലെങ്കിൽ ഈ രംഗത്തൊക്കെ ശോഭിക്കാൻ കഴിവുണ്ട് എന്ന് അവരെല്ലാവരും വലിയ വായിൽ പറഞ്ഞിരുന്ന ഒരാളായിരുന്നു സൽമാൻ മൗലവി. ഇവരൊക്കെ സംവാദ വേദിയിൽ സ്റ്റേജിൽ വന്നിരുന്നതിനു ശേഷം മറുഭാഗത്ത് സുന്നികൾക്ക് വേണ്ടി അഹ്സനി ഉസ്താദാണ് രംഗത്ത് വരുന്നത് എന്നറിഞ്ഞപ്പോ ഇറങ്ങി ഓടിയത് എന്തിനായിരിക്കും? അവർക്കൊരു മുൻപരിചയമുണ്ട്. അവർക്ക് മുന്നിൽ വലിയൊരു ഉദാഹരണം ഉണ്ട്. എന്താണത്? മൂവാറ്റുപുഴ സംവാദം. നമുക്കറിയാം, വഹാബികളുടെ കേരളീയ ചരിത്രത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായിരുന്നു അഹ്സനി ഉസ്താദുമായി സംവാദത്തിൽ ഏർപ്പെടുക, അഹ്സനി ഉസ്താദുമായി സംവാദത്തിന് വന്നു എന്നത്. മൂവാറ്റുപുഴ സംവാദം ഇന്നും വഹാബി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഒരു മറുകായി അവിടെ അവശേഷിക്കുകയാണ്. ആ മൂവാറ്റുപുഴ സംവാദത്തിൽ വഹാബികളെ ലീഡ് ചെയ്തിരുന്ന ആളായിരുന്നു ഹനീഫ മൗലവി. അയാൾ ഇന്നും വഹാബികളുടെ വേദിയിൽ അപ്രസക്തനാണ്. ആ ഒരു മാതൃക ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫൈസൽ മൗലവിയെ പോലെയുള്ള, സൽമാൻ മൗലവിയെ പോലെയുള്ള ആളുകൾ വേദിയിൽ എത്തിയതിനു ശേഷവും ഓടിയത്. ഇത് കണ്ട് പേടിച്ചിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സ്വന്തം മക്കളെയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിന്റെയും സംഘടനയുടെയും എല്ലാം ആളുകളെയും ഇത്തരം മേഖലകളിൽ നിന്ന് വിലക്കുന്നത്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത AP വിഭാഗത്തിന് വേണ്ടി, പേരോട് മൗലവിക്ക് വേണ്ടി ചാവേറുകളാകാൻ ആളെ കിട്ടാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവർക്ക് വേണ്ടി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അറബി പോയിട്ട് മലയാളം പോലും ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകളാണ്. ആ രൂപത്തിൽ പേരോടിന്റെ നിഴൽവാദമൊക്കെ ഒന്നിങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് ചാവേറുകളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങളൊന്ന് കണ്ടുനോക്കത്. കുരുവട്ടൂരികള് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണമാണ് നിഴൽവാദം എന്ന് പറയുന്നത്. അങ്ങനെ ഉസ്താദിന് നിഴൽവാദം ഒന്നും ഇല്ല കേട്ടോ. ഉസ്താദ് പറഞ്ഞതാണ്, എന്റെ പേരിൽ അത് വെച്ച് കെട്ടുന്ന ആരോപണത്തിന്
റബ്ബിന്റെ കോടതിയിൽ വെച്ച് കാണാന്നൊക്കെ ഉസ്താദ് പറയണത്. അതൊക്കെ നമ്മൾ കേട്ടതാണ്. അത് ഉസ്താദ് പറയണമെന്ന് കേൾക്കിങ്ങള്. ഞാൻ ഈ സമയത്ത് ഉറപ്പിച്ച് പറയുന്നു, ഇനി വേറൊരെണ്ണം കൂടി ഉണ്ട്. പേരോടിന്റെ ഏറ്റവും പുതിയ ചാവേറാണ്. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഉസ്താദ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ചന്ദ്രന്റെയും അതേമാതിരി സൂര്യന്റെയും നമുക്കൊക്കെ ഉണ്ടാകുന്ന നേരം അങ്ങനത്തെ ഒരു നേരം നമുക്ക് ഇല്ല എന്നുള്ളത് ഉസ്താദ് തന്നെ കറക്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഉസ്താദിന് ഇല്ലാത്തൊരു വാദം ഈ കോളാമ്പികൾ വെച്ച് കെട്ടുന്നതാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവരും ഇവരെ പോലുള്ള ആളുകളും, ഇവരെ പോലെ കുറെ ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ, കുറെ പെയിന്റും ബ്രഷും ആയിട്ട് നടക്കുന്ന കുറെ എണ്ണം. ഇവരൊക്കെ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ട് എന്ന ഒരു പിഴച്ച വാദം ഇല്ല എന്നുള്ളതാണ്. അതിന് അയാളുടെ ഓരോ പ്രഭാഷണ ശകലങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഒരുപാട് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അത്തരം ഒരു വാദം പേരോട് പറഞ്ഞിട്ടില്ല എന്ന് സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയൂല. കാരണം ഇദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ പ്രഭാഷണം തീർത്തും ആസൂത്രണം ചെയ്ത് കൃത്യമായ ഹോംവർക്ക് നടത്തിയിട്ടാണ് ഇത്രയും വിഷലിപ്തമായ ദുർഗന്ധം വമിക്കുന്ന മാലിന്യം ഈ സമൂഹത്തിലേക്ക് ഇയാൾ തള്ളിയിട്ടിട്ടുള്ളത്. അയാളുടെ ആദ്യത്തെ സംസാരം, ഈ വിഷയത്തിലുള്ള പേരോടിന്റെ ആദ്യത്തെ സംസാരം നിങ്ങളൊന്ന് കേൾക്കി. അങ്ങനെ നബി തങ്ങൾ കയറി ചെല്ലുമ്പോൾ നബിയുടെ നിഴൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ ആ സൈനബ ബീബി റളിയല്ലാഹു അൻഹ കണ്ടു. ഫഖാലത്ത്, ആ നിഴലാണ് ആദ്യം കണ്ടത്. നിഴല് കണ്ടപ്പോൾ മഹദി പറഞ്ഞു, ഇന്ന ഹാദാ ലളില്ലു റജുലിൻ, ഇതൊരാണിന്റെ നിഴലാണല്ലോ. വമാ യദ്ഖുലു അലയ്യ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അടുക്കൽ കയറി വരേണ്ട പുരുഷൻ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കൽ വരൂലല്ലോ, എന്നോട് പിണങ്ങിയിട്ടുണ്ടല്ലോ. ഈ കയറി വരുന്ന നിഴല് കണ്ടു നോക്കുമ്പോ ഒരു നീളക്കുപ്പായവും തലയെക്കെട്ടൊക്കെ ഉള്ള നിഴലാവുമ്പോ അത് പുരുഷന്റേതാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ കയറി വരുന്ന നിഴൽ പുരുഷന്റേതാണല്ലോ. ഇതാരുടെ നിഴലായിരിക്കും പഠിച്ചവനെ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ റൂമിലേക്ക് കയറി. ഇതിലിപ്പോ ഇയാൾ എന്താ പറഞ്ഞു വരുന്നത്? ഇയാൾ ഒരു ഹദീസ് വായിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അതിൽ അദ്ദേഹം എടുത്തെടുത്ത് സൈനബ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് എടുത്തെടുത്തു പറയുന്നുണ്ട്. എന്ന് മാത്രല്ല, ഈ പരിപാടിക്ക് ശേഷം, ഈ പ്രഭാഷണത്തിനു ശേഷം ഇതേ വേദിയിൽ ഇദ്ദേഹം തന്നെ നേരത്തെ തയ്യാർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കൂടി നിങ്ങളൊന്ന് കേൾക്കും. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. ചോദ്യകർത്താവിന്റെ ചോദ്യം വളരെ കൃത്യമായിരുന്നു. പേരോട് തന്നെ നേരത്തെ തയ്യാറാക്കി നൽകിയതാണല്ലോ. അതിനെ അദ്ദേഹം തന്നെ വിശദീകരിച്ചു. എന്താണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ കാണാറില്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നു, ആ ചോദ്യകർത്താവിന്റെ ഭാഷയിൽ പേരോട് പറയുന്നു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ കണ്ടു എന്ന്. ഇത് തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. വളരെ കൃത്യമായ ചോദ്യം. ഈ ചോദ്യത്തിന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അയാളുടെ ചാവേറുകളും അയാളുടെ പെയിന്റിംഗ് തൊഴിലാളികളും ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് പോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിച്ചത്തിന് മറുപുറത്ത് കാണുന്ന ഇരുട്ടാകുന്ന നിഴൽ, അതാണല്ലോ ഇപ്പൊ ഇവരുടെ ഭാഷ. ആ നിഴൽ ഇല്ല എന്നാണ് ഇയാൾ പറഞ്ഞത് എങ്കിൽ ഇയാൾ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടിയിരുന്നത് എന്താ? ഇയാൾ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കണം, മോനെ നീ മനസ്സിലാക്കിയത് തെറ്റി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ കാണാറില്ല എന്ന് പറഞ്ഞത് ഈ വെളിച്ചത്തിന് മറുപുറത്ത് കാണുന്ന നിഴലാണ്. അത് ഹബീബായ തങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മറ്റൊരു വിഷയമാണ്. എന്നിട്ട് ആ ഹദീസിന്റെ ശരിയായ അർത്ഥം, ആ ഹദീസിനെ എങ്ങനെ ഇമാമിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്? ഇമാമിങ്ങൾ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആ ഹദീസിൽ കാണുന്ന
ലില്ല് എന്നതിനർത്ഥം. അത് ഒരു വ്യക്തി ദൂര സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോ ആ വ്യക്തി ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, മറിച്ച് ഒരു വ്യക്തി കടന്നു വരുന്നത് നമ്മൾ കാണുന്നു. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ലില്ല് എന്ന പദം പ്രയോഗിക്കാം. അതാണ് ഇവിടുത്തെ അർത്ഥമെന്ന് മഹത്തുക്കളായ ഇമാമുകൾ മുഴുവൻ പഠിപ്പിച്ചതാണ്. എത്രയോ ഇമാമുകളുടെ ഇബാറത്തുകൾ സുലഭമായി കിതാബുകളിൽ ലഭ്യമാണ്. ആ ഇബാറത്തുകളൊക്കെ വായിച്ച് വിഷയം സ്ഥിരപ്പെടുത്തുന്നതിന് പകരം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കൊടുത്ത മറുപടി എന്താ? ആ മറുപടിയാണ് ഈ ചർച്ചയിലെ നിർണായക പോയിന്റ് എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് കേട്ടോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. അയാൾ വളരെ കൃത്യമായി പറഞ്ഞില്ലേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ കാണാറില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും എങ്ങനെയും കാണാറില്ല അത്രേ. ഈ കാണാറില്ല എന്ന് പറയുന്ന നിഴലേതാ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാറില്ല എന്ന് പറയുന്ന നിഴലേതാ? പെയിന്റിംഗ് തൊഴിലാളികൾ മറുപടി പറയണം. കാണാറില്ല എന്ന് പറയുന്ന നിഴൽ അത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വെളിച്ചത്തിന് മറുപുറത്ത് കാണുന്ന ഇരുട്ടാകുന്ന നിഴലാണല്ലോ. അത് എപ്പോഴും കാണാതിരിക്കില്ല, ചിലപ്പോഴൊക്കെ കണ്ടേക്കാം എന്നാണ് പേരോട് മൗലവി പറയുന്നത്. വളരെ വ്യക്തമായി അയാൾ പറയുന്നില്ലേ നിഴൽ കണ്ടു എന്ന് പറഞ്ഞാൽ? എന്നിട്ട് തുടർന്ന് അയാൾ വിശദീകരിക്കുന്നുണ്ടല്ലോ, എപ്പോഴും എവിടെയും കാണുമെന്നും അല്ല, മറിച്ച് ചിലപ്പോൾ ചില സമയത്ത് കണ്ടിരുന്നു, ചില സമയത്ത് കണ്ടിരുന്നില്ല എന്ന രീതിയിലല്ലേ ഇയാൾ വിശദീകരിക്കുന്നത്. ഇതിന് നിങ്ങൾ ഏത് പൈന്റ് എടുത്തിട്ടാ വെളുപ്പിക്കുക? നിങ്ങളൊന്ന് മറുപടി പറയും. അതുകൊണ്ട് ഈ പറയുന്ന പെയിന്റിംഗ് തൊഴിലാളികളോട് വളരെ മാന്യമായിട്ട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ നിന്ന് പേരോടിനെ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നിങ്ങൾക്ക് അയാളോട് ഒരു തരി സ്നേഹമുണ്ടെങ്കിൽ, ബഹുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പേരോടിനെ വിളിക്കുക, അതല്ലെങ്കിൽ അയാൾ ഉള്ള ഇടത്തേക്ക് നിങ്ങൾ ചെല്ലുക. എന്നിട്ട് അയാളോട് നിങ്ങൾ പറഞ്ഞു നൽകുക, ഉസ്താദെ നിങ്ങൾ പറഞ്ഞത് തീർത്തും അബദ്ധമാണ്, നമ്മൾ എത്ര വൈറ്റ് വാഷ് ചെയ്താലും അത് നടക്കൂല, വെളുപ്പിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു പണി ചെയ്യണം, നിങ്ങൾ പൊതുവേദിയിൽ വന്ന് പറയണം, എന്റെ അടുത്ത് അബദ്ധം സംഭവിച്ചു പോയി. ഇമാമിങ്ങൾ പറഞ്ഞ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധരായ സ്വഹാബത്തും പഠിപ്പിച്ച ആശയത്തിനെതിരായി ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ എനിക്കൊരു അബദ്ധം സംഭവിച്ചു പോയി എന്ന് തുറന്നു പറഞ്ഞ് ആ ആശയത്തിൽ നിന്ന് പൂർണ്ണമായും മടങ്ങുകയും അതിന്റെ ശരിയായ വിവരം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ അടുക്കൽ വന്ന് തൗബ ചെയ്യുകയും വേണമെന്ന് നിങ്ങൾ സ്വകാര്യമായി കുറ്റ്യാടിയിൽ പോയി പേരോടിനോട് പറയുക. അതുപോലെ അദ്ദേഹം ചെയ്താൽ ഈ വിഷയത്തിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, അദ്ദേഹം രക്ഷപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഓരോ വിഷയത്തിലും നിങ്ങൾ പിന്തുടരുക. അതല്ലാതെ നിങ്ങൾ ഈ കിടന്ന് മെഴുകുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ നിർത്തുക. ആളുകളെ പൊട്ടീസാക്കുന്ന, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പരിപാടികളൊക്കെ നിർത്തുക. ഈ പേരോടിനെ ന്യായീകരിച്ചാൽ കിട്ടുന്ന നക്കാപ്പിച്ചക്ക് വേണ്ടി സ്വന്തം ഈമാൻ കളയണോ എന്ന് ചിന്തിക്കുക എന്ന് മാത്രമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.